ഞാനിന്ന് പറയാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിലെ മറ്റൊരു വില്ലനെ പറ്റിയാണ്. സംശയരോഗം. സംശയരോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഒരു അവിഹിതം ഉണ്ടാകുന്നു, അത് സമൂഹം അറിയുന്നു, അല്ലെങ്കിൽ ജീവിത പങ്കാളി അറിയുന്നു. അതിനുശേഷം ഉടലെടുക്കുന്ന ഒരു സംശയരോഗമല്ല ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ കാരണവുമില്ലാതെ തൻ്റെ ജീവിത പങ്കാളിയെ അവിശ്വസിക്കുന്ന ഒരവസ്ഥ, ഡെലൂഷണൽ ഡിസോർഡർ. സംശയരോഗം എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റായ, തിരുത്താൻ പറ്റാത്ത അടിയുറച്ച മിഥ്യാധാരണകളെയാണ് നമ്മൾ സംശയരോഗം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒതല്ലോ സിൻഡ്രോം എന്നും പറയാം. ഒതല്ലോ ആരാണെന്ന് നമുക്കറിയാം. വില്യം ഷേക്സ്പിയറിന്റെ നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിമോണയും ഒതല്ലോയും ഒന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മലയാള സിനിമയായ കളിയാട്ടം, സുരേഷ് ഗോപി ചേട്ടനും മഞ്ജു വാര്യരും അഭിനയിച്ച സിനിമ, ഇത് സംശയരോഗത്തിന്റെ ഏറ്റവും ഉദാത്ത ഉദാഹരണമാണ്. പിന്നെ വടക്ക് നോക്കി യന്ത്രം. അപ്പൊ നമുക്ക് സംശയരോഗത്തിന്റെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ പൊസസീവ്നെസ്. ഒരു വിവാഹ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ. എന്നോട് ഒരു ലേഡി ഒരു പ്രാവശ്യം സംസാരിച്ചു പറഞ്ഞു, വിവാഹ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്ത് ഭയങ്കര ഓവർ പൊസസീവ്നെസ് ആയിരുന്നു, ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു എന്ന്. ശരിയാണ്, വിവാഹ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഓവർ പൊസസീവ്നെസ് അതൊരു അഹങ്കാരമായിട്ട് മാറും. പിന്നീടാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിന്റെ കാലഘട്ടമാണ്. നിയന്ത്രണത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നവരുടെ ഫോണാണ് നീ സ്വീകരിക്കാൻ പോളൂ, ഞാൻ പറയുന്നവർക്കാണ് നീ ഫോൺ ചെയ്യാൻ പോളൂ, അവർക്ക് ഫോൺ ചെയ്യരുത്, ഇവർക്ക് ഫോൺ ചെയ്യരുത്, അവര് ശരിയല്ല, ഇവര് ശരിയല്ല, ഞാൻ പറയുന്ന ഡ്രസ്സാണ് ഇടാൻ പോളൂ, ഞാൻ പറയുന്നിടത്താണ് പോവാൻ പോളൂ, എൻ്റെ കൂടെയാണ് നീ യാത്ര ചെയ്യാൻ പോളൂ. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ. അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയത്തിന്റെ കാലഘട്ടം. അയൽവക്കത്തെ പയ്യൻ മഞ്ഞ ഷർട്ട് ഇട്ടു, നീ മഞ്ഞ നൈറ്റി ഇട്ടു, അപ്പൊ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നീ പറഞ്ഞിട്ടാണ് അവൻ ഇട്ടത്, അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടാണ് നീ ഇട്ടത്. പിന്നെ അവൻ നിന്നെ നോക്കി ചിരിച്ചു, അപ്പൊ അതിന്റെ അർത്ഥം നീയാണ് ആദ്യം അവനെ നോക്കി ചിരിച്ചേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പണ്ടേ അറിയുന്നവരാ, അല്ലെങ്കിൽ അവൻ നിന്നെ നോക്കി ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെയൊക്കെ ഇവർ കടന്നു പോകും. പിന്നീട് സംശയ രോഗമായിട്ട് മാറുമ്പോഴാണ് മർദ്ദനം, കൊലപാതകം, ആത്മഹത്യ ഇതിനകത്തേക്കൊക്കെ എത്തുന്നത്. ഇവരുടെ ചില പ്രത്യേകതകൾ ഞാൻ പറയാം. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ മെനഞ്ഞെടുത്ത് അത് സ്ഥാപിക്കാൻ വേണ്ടി അവർ എന്ത് തെളിവുകളും നിരത്തും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കാണാമറയത്തിരിക്കുന്നവരെ പറ്റി പോലും അനാവശ്യം ചേർത്ത് പറയും. 3, ഇവര് ഈ ജീവിത പങ്കാളിയുടെ കൂടെ ചേർത്ത് പറയുന്ന വ്യക്തികളോട് ഇവർക്ക് അസൂയോ വൈരാഗ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവർ ഈ വ്യക്തിനെ ആ വ്യക്തിയായിട്ട് ചേർത്ത് പറഞ്ഞ അനാവശ്യങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർ സമൂഹത്തിൽ വളരെ മാന്യരായിരിക്കും. അതുകൊണ്ട് എന്താണ്, ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, പറയുന്നവരാണ് കുറ്റക്കാരായി മാറുന്നത്. ആ കളിയാട്ട സിനിമയിൽ തന്നെ ഉണ്ട്. ഉടുപ്പേലമ്മ കണ്ണൻ പെരുമലയെ പറ്റി താമരയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് പോലും അവന്റെ അത്ര നല്ല മനസ്സുണ്ടാവുകയില്ല എന്ന്. അപ്പൊ മറ്റുള്ളവർക്ക് ആ വ്യക്തി എത്രയോ നല്ലതാണ്, കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിക്കാണ് അത് പ്രശ്നക്കാരനാവുന്നുള്ളൂ. വേറൊരു കാര്യം എന്ന് പറഞ്ഞപ്പോ, കൂടെ ജീവിക്കുന്ന ഒരു ഭർത്താവിന് ഭാര്യയുടെ നേരെയാണ് സംശയമെങ്കിൽ ഈ ഭാര്യ ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരുവാണ്. കാരണം ഭാര്യ ഇത് ആരോടും തുറന്നു പറയില്ല. പറഞ്ഞാൽ എന്താണ്, ആ സ്ത്രീനെ പറ്റിയാണ് സംശയിക്കുള്ളൂ. കാരണം അതിന് അനുഭവം ഉണ്ട്. ഒരു പ്രാവശ്യം ഒരു ലേഡി, അവര് ഈ ഭർത്താവിന് ഇങ്ങനെ അമിതമായ സംശയം സഹിക്കാൻ പറ്റാതെ ഈ ഭർത്താവിന്റെ സഹോദരിമാരോടും അമ്മയോടും ഈ കാര്യം അവതരിപ്പിക്കുകയാണ്, ഇദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. അവർ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ, തീയില്ലാതെ പുകയുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ അവൻ അങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ല എന്നാണ്. ആ സ്ത്രീ വേറൊരു കാര്യം പറഞ്ഞു, പ്രായപൂർത്തിയായ തന്റെ മോന്റെ മുമ്പിൽ വെച്ച് പറയണതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, തന്റെ മോന്റെ മുൻപിൽ വെച്ച് മറ്റുള്ള പുരുഷന്മാരുടെ പേര് ചേർത്ത് പറയുമ്പോൾ ഇവിടെ വീണ് മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോവാന്ന് ആ രീതി പറയുകയാണ്. സംശയരോഗിയായ ഒരു സ്ത്രീ കുടുംബത്തിലുണ്ടെങ്കിൽ അവർ 3 തലമുറ നശിപ്പിച്ചെടുക്കും എന്നാണ് പറയുന്നത്. കാരണം അവർക്കറിയില്ല അവരുടെ രോഗമാണ് ഇവർ കിടന്ന് പറയുന്നതെന്ന്. അവര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരുടെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളി, മക്കളും ഇത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നതാണ്. അപ്പൊ ഡോപ്പമിന്റെ അളവ് കാരണം കൂടാതെയും കൂടാം,
കാരണത്തോടെയും കൂടാം. മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡോപ്പമിൻ്റെ അളവ് കൂടാം. നമ്മൾ പല സിനിമകളിലും അതും കണ്ടിട്ടുണ്ട്. ഒരാൾ മദ്യപിച്ചതിന് ശേഷം എങ്ങനെയാണ് തൻ്റെ ജീവിത പങ്കാളിയെ അവിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ അവിശ്വസിക്കുന്നത് എന്നുള്ളത്. പിന്നെ അടുത്തതാണ് പാരമ്പര്യം. അപ്പൊ നമ്മൾ പറയും അവരുടെ ജീവിത പങ്കാളികളുടെ ഇടയിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും. ജീവിത പങ്കാളിയുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. അവർ ചിലപ്പെങ്കിൽ അയൽവക്കംകാർക്കായിരിക്കും പ്രശ്നമായിരുന്നത്. അയൽവക്കംകാർ ഇവർക്ക് മന്ത്രവാദം ചെയ്യുന്നുണ്ട്, അവരെ തകർക്കാൻ വേണ്ടി പലതും വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നുണ്ട്. അവരെയും അവിശ്വസിക്കുന്ന ഒരു സ്വഭാവം, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവരുടെയൊക്കെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയത്തിന്റെ നിഴലിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവര് ഓരോ നിമിഷവും ഞാൻ നിഷ്കളങ്കയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഭാര്യ ഭർത്താവിന്റെ ഇടയിലുണ്ടാകുന്ന വിള്ളലുകളുടെ ഏറ്റവും കൂടുതൽ പരിണത ഫലം അനുഭവിക്കുന്നത് മക്കളാണ്. അവരിത് എന്താന്ന് പോലും അറിയാതെ അവരിതിന്റെ പരിണതഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മക്കൾക്ക് ജീവൻ കൊടുക്കാൻ മാത്രമല്ല, ജീവിതം കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കുക, അതിന് പറ്റിയ ചികിത്സകൾ തേടുക.